നമുക്കൊരുമിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്ന വേദഭാഗം പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങളാണ്. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. നമ്മുടെ കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസ് അപ്പോസ്തലൻ വിവിധ സ്ഥലങ്ങളിലുള്ള, പ്രത്യേകിച്ചും പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ച വിവിധ സ്ഥലങ്ങളിലുള്ള സഭകൾക്ക് വേണ്ടിയാണ് തൻ്റെ ലേഖനങ്ങൾ ചമച്ചത്. പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥൂന്യയിലും ചിതറിപ്പാർക്കുന്ന ഏവരുമേ എന്നാണ് 1-ാം ലേഖനത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്. അവരോട് ദൈവിക മർമ്മങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അവരാരാണ്, അവർക്ക് ദൈവവുമായുള്ള ബന്ധം എന്താണ്, അവരെ സംബന്ധിച്ച് ദൈവത്തിനുള്ള സങ്കല്പം എന്താണ്, വിശുദ്ധിയുടെ മാർഗങ്ങളിൽ ജീവിക്കുമ്പോൾ അവ കാത്ത് സൂക്ഷിക്കേണ്ട നിബന്ധനകൾ എന്താണ് എന്നിവയൊക്കെയാണ് 2 ലേഖനങ്ങളിൽ താൻ വിവരിച്ചിരിക്കുന്നത്. അതിൽ ശ്രേഷ്ഠമായ ഈ വാക്യം പൗരസ്ത്യ സഭയെ സംബന്ധിച്ച് ഒരാപ്തവാക്യമായി തീരുകയാണ്. നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു എന്നാണ് അപ്പസ്തോലന് ദൈവവചനമായി ഈ രാത്രിയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടയായി വരുന്നു. It is possible that we partake in the divine nature of God. It is possible that you and me are called to be participants in the nature of God. ദൈവത്തിൻ്റെ സ്വഭാവത്തിന്, ദൈവികമായ പദ്ധതികൾക്ക്, അതിനുവേണ്ടിയാണ് എന്നെയും നിങ്ങളെയും ഈ ലോകത്തിൽ നിയമിച്ച് ആക്കിയിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അംശികളായി മാറുകയാണ് ഞാനും നിങ്ങളും. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എന്താണ് അവൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ടാർഗറ്റ് എന്ന് ചോദിച്ചാൽ, അവൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, പത്രോസ് അപ്പോസ്തലൻ നമ്മോട് പറയുകയാണ്, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരിക എന്നുള്ളതാണ്. പൗരസ്ത്യ ഓർത്തഡോക്സ് ചിന്തയിൽ ഇതിനെയാണ് ദൈവീകരണം എന്ന് പറയുന്നത്, ഡിവിനൈസേഷൻ എന്ന് പറയും. ദൈവീകരണത്തിൻ്റെ പാതയിൽ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പത്രോസ് അപ്പോസ്തലന് ഇവിടെ പറയുന്നത്. പൗരസ്ത്യ ചിന്തയിൽ ദീർഘകാലം പിതാക്കന്മാർ ചർച്ച ചെയ്യുകയും നമ്മെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത വലിയ ഒരു വിഷയമാണ് ഈ ദൈവീകരണം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ പല പദപ്രയോഗങ്ങളുണ്ട് ആത്മീക യാത്രയുടെ പരിസമാപ്തിയെക്കുറിച്ച്. സമവീക്ഷണ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ അടുക്കൽ പലരും വന്ന് ചോദിക്കുന്നത്, ദൈവരാജ്യം അനുഭവിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം?
പല ആളുകളും വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവരാജ്യം എന്നതിന് പകരം സ്വർഗരാജ്യം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? മത്തായി ശ്ലീഹ യഹൂദ സംസ്കാരത്തിൻ്റെ ഒരു പാരമ്പര്യം അനുസരിച്ച് ദൈവം എന്നുള്ള വാക്ക് ഉച്ചരിക്കുന്നതിന് അല്പം മടിയുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഇരിപ്പിടമായ സ്വർഗത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് ദൈവരാജ്യം എന്നുള്ളതിന് പകരം സ്വർഗരാജ്യം എന്നുള്ള വാക്ക് ആവർത്തിച്ച് ഉപയോഗിക്കുന്നത്. പൗലൂസിൻ്റെ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ അതിന് വേറൊരു മാനം വരികയാണ്. അതിനെ നീതീകരണം പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്നുള്ള നിലയിലേക്ക് മാറ്റപ്പെടുകയാണ്. ഒരുവൻ നീതീകരിക്കപ്പെടുവാൻ, ടു ബി ജസ്റ്റിഫൈഡ് ബിഫോർ ഗോഡ് ദ ജഡ്ജ്, വിധികർത്താവായ ന്യായകർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അന്ത്യകാലത്ത് ന്യായവിധിയുടെ നിമിഷങ്ങളിൽ നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഞാൻ എന്തു ചെയ്യണം എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിലും മറ്റും വിവരിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അല്പം വ്യത്യസ്തമായ ഒരു പദപ്രയോഗമാണ്. അവിടെ ചോദിക്കുന്നത്, നിത്യജീവനിൽ പ്രവേശിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ഷാൽ ഐ ഡു ടു അറ്റൈൻ ദ ഇറ്റേണൽ ലൈഫ്? വീണ്ടും എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു പദപ്രയോഗമാണ്. അവിടെ പറയുന്നു, വിശ്രമത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 3-4 അധ്യായങ്ങളിൽ ദൈവം വാഗ്ദത്തം ചെയ്ത നിത്യവിശ്രമത്തെ പറ്റി പറയുന്നു. അത് മരണത്തെ പറ്റിയല്ല, മറിച്ച് ഈ പറഞ്ഞ സ്വർഗരാജ്യ ദൈവരാജ്യ അനുഭവങ്ങളെ പറ്റി ആണ്. പത്രോസിന്റെ ലേഖനത്തിലാണ് അതിൽ നിന്നും വ്യത്യസ്തമായ ഈ പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ നാം എന്ത് ചെയ്യണം? അപ്പസ്തോല പ്രവൃത്തികളിൽ വരുമ്പോൾ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. അപ്പൊ ചുരുക്കത്തിൽ ഇതെല്ലാം തന്നെ വിവിധ സംസ്കാരങ്ങളിൽ, വിവിധ പാരമ്പര്യങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്തങ്ങളായ പദപ്രയോഗങ്ങളാണ്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക, നിത്യജീവനിൽ പ്രവേശിക്കുക, രക്ഷ പ്രാപിക്കുക, നീതീകരിക്കപ്പെടുക, വിശ്രമത്തിലായിത്തീരുക. ഈ പദപ്രയോഗങ്ങളൊക്കെ വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ, വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങളിൽ നാം വായിച്ച് പഠിക്കുന്ന വാക്യങ്ങളാണ്. ചില ആളുകൾ ചില വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. നമ്മോടൊക്കെ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ പള്ളികളിൽ പൊതുവെ ആ പദം കേട്ടു പരിചയമില്ലാത്തത് കൊണ്ട് നമുക്കല്പം സംശയമാണ്. നമ്മൾ അതിനേക്കാൾ ഉപരിയായി നിത്യജീവനെ പറ്റി പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ ദൈവീകരണത്തെ പറ്റി പറയാറുണ്ട്. ഇപ്പൊ ദൈവീകരിക്കപ്പെടുവാൻ ഞാൻ എന്തു ചെയ്യണം? രക്ഷ പ്രാപിപ്പാൻ, രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്തു ചെയ്യണം എന്നുള്ളതിന് സമമായ മറ്റൊരു ചോദ്യമാണ്, ദൈവീകരിക്കപ്പെടുവാൻ ഞാൻ എന്തു ചെയ്യണം? നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകിച്ചും ആത്മീയ ജീവിതത്തിൻ്റെ പരിസമാപ്തിയായി, ലക്ഷ്യമായി, ടാർഗറ്റായി നാം മുൻപിൽ വച്ചിരിക്കുന്നത് ഈ ദൈവീകരിക്കപ്പെടുവാനുള്ള പദ്ധതികളെ സംബന്ധിച്ചാണ്. പത്രോസ് അപ്പോസ്തലന് അതാണ് ഈ 2-ാം ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പറയുന്നത്. അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് ജീവനും ഭക്തിക്കും വേണ്ടത് എല്ലാം ലഭിച്ചിരിക്കുകയാണ്. യു ഡോണ്ട് നീഡ് എനിത്തിങ് മോർ. യു ഹാവ് ബീൻ ഗിവൺ എവരിതിങ് വിച്ച് ഇസ് നെസസറി ഫോർ യുവർ ലൈഫ് ആൻഡ് യുവർ പയസ് ലൈഫ്. ഇത് പറഞ്ഞിട്ടാണ് ഈ ദൈവീകരണത്തെ പറ്റി പറയുന്നത്. ദൈവീകരിക്കപ്പെടുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് തൻ്റെ 2 ലേഖനങ്ങളിലും ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. നാം ആരാണ് എന്ന് 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. നാം
രാജകീയ പുരോഹിത വർഗത്തിൽപ്പെട്ടവരും വിശുദ്ധ ജനവും സ്വന്തം ജനവും ഒക്കെയാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഈ ദൈവീകരണ പ്രക്രിയയിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. നമ്മുടെ വലിയ പിതാവായിരുന്ന ഉസ്താദ് തിരുമേനി ദൈവവിളി കോൺഫറൻസുകൾ നടത്തുമായിരുന്നു മാവേലിക്കര സുവിശേഷാലയത്തിൽ മധ്യവേനൽ അവധിക്കാലത്ത്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങള് സീനിയേഴ്സായിട്ടുള്ള പലരും അവിടെ പോയി അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്. 2 ആഴ്ചയുള്ള ആ ക്ലാസ്സുകൾ കൂടെ കൊച്ചുകുട്ടികളെ, യുവതി യുവാക്കന്മാരെ അവരുടെ ദൈവവിളിയെ സംബന്ധിച്ച് ഉറപ്പിച്ച് വിടുന്ന ദിനങ്ങളായിരുന്നു. അവരെ സംബന്ധിച്ച് അവരാരാണ് എന്ന് ബോധ്യപ്പെടുത്തി വിടുകയായിരുന്നു. നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ എവിടെയോ കൺവെൻഷന്റെ റിപ്പോർട്ടിൽ വായിച്ചു കേട്ടു, നാം ആരാണ് എന്ന് തിരിച്ചറിയണം. You have to know who you are. You have to know for what purpose you are created. You have to know in which way you have to live. ഇന്ന് അനേകം ആളുകൾ, അനേകം മനുഷ്യര് അവരാരാണ് എന്നറിയുന്നില്ല. ആത്യന്തികമായി അവരെന്തിനു സൃഷ്ടിക്കപ്പെട്ടു എന്നറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ലാതെ ഇരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് പല ലക്ഷ്യങ്ങളുണ്ട്. ചില ആളുകൾക്ക് ഒത്തിരി ധനമുണ്ടാക്കണം എന്നുള്ളതാണ് ലക്ഷ്യം. മറ്റു ചിലർക്ക് ഒത്തിരി സ്ഥാനമാനങ്ങൾ നേടിയെടുക്കണം എന്നുള്ളതാണ് ലക്ഷ്യം. വേറെ ചിലർക്ക് ഒത്തിരി വിജ്ഞാനം സമ്പാദിക്കണം എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ആത്യന്തികമായി നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഒരായുസ് മുഴുവൻ ജീവിച്ചിട്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോ എന്താണ് നിങ്ങൾ നേടി എന്ന് പറയാൻ ഒക്കുന്നത്? അതുകൊണ്ടാണ് അപ്പസ്തോലൻ പറയുന്നത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ ശ്രമിക്കണം. We all are created by God. നമ്മളെല്ലാവരും ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. യിരെമ്യാ പ്രവാചകന് 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപ് അവൻ എന്നെ തെരഞ്ഞെടുത്തു, എന്നെ വിശുദ്ധീകരിച്ചു, എന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. വിളിയും തെരഞ്ഞെടുപ്പും അപ്പോയിന്റ്മെന്റും എല്ലാം കഴിഞ്ഞു. പൗലോസ് അപ്പോസ്തലന് ഗലാത്യ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എങ്കിലും ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ അവൻ എന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. We all are called by God. We all are selected by God. We all are sanctified by God. We all are appointed by God. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടുള്ളത്. ആത്യന്തികമായി എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത്? ആത്യന്തികമായി 70, 80, 90 വയസ്സ് നിങ്ങൾ ജീവിക്കുന്നത് എന്തിനാണ്? നിങ്ങളെ ആരാണ് സൃഷ്ടിച്ചത്? നിങ്ങളെ സൃഷ്ടിച്ചവന്റെ, രൂപകൽപ്പന ചെയ്തവന്റെ ഉദ്ദേശം എന്താണ്? പത്രോസ് അപ്പോസ്തലന് ഈ കാര്യം കുറെ കാലത്തേക്ക് വലിയ ബോധ്യമില്ലായിരുന്നു. അദ്ദേഹം മത്സ്യബന്ധനത്തിലൊക്കെ ഏർപ്പെട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു. കുടുംബസ്ഥനായി ജീവിച്ച ഒരാളാണ്. അമ്മാവിയമ്മ വീട്ടിലുണ്ട്, അത് നമ്മൾ വായിച്ചറിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം കാണുന്നു, ഏതാനും യുവാക്കളും കൂടെ ചേർന്ന് അദ്ദേഹം മീൻ പിടിക്കാൻ പോയി. നല്ല ഒരു ഫിഷർമാനാണ്, നല്ല ഒരു മീൻപിടുത്തക്കാരനാണ്. 2 പടകിലാണ് ഈ യുവാക്കന്മാര് മീൻ പിടിക്കാൻ പോയിരിക്കുന്നത്. കാരണം he was so industrious. പത്രോസിന്റെ കൂടെ പോയാൽ, ശീമോന്റെ കൂടെ പോയാൽ വീടുകളിൽ പട്ടിണിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാരെല്ലാം തങ്ങളുടെ ആൺമക്കളെ ശീമോന്റെ കൂടെ അയക്കണം. യു ഗോ
along with Peter, Simon, and you will get something. അവന് ജീവിക്കാൻ അറിയാം, അവന് മീൻ പിടിക്കാൻ അറിയാം, ആരോഗ്യമുള്ളവനാണ്, ആഴക്കടലിന്റെ നടുവിൽ പോയി മീൻ പിടിക്കാൻ അറിയാം. ഇന്ന് കേട്ടു കേരളത്തില് ആഴക്കടലിന്റെ നടുവിൽ മീൻ പിടിക്കാനുള്ള അവകാശം പോലും നമ്മൾ വിറ്റ് കാശാക്കാൻ പോവുകയാണ്. ശരിയോ തെറ്റോ എന്നെനിക്കറിയില്ല. അനേകം കുടുംബങ്ങള് ജീവിക്കുന്നത് ആഴക്കടലിൽ പോയി തിരമാലകളോട് മല്ലിട്ട് അത്യധ്വാനം ചെയ്ത് മീൻ പിടിച്ചാണ്. പത്രോസ് അത്തരത്തിലുള്ള ഒരു യുവാവായിരുന്നു. അധ്വാനിക്കണം, നല്ല വീടിനെ നല്ലവണ്ണം പോറ്റിപ്പുലർത്തണം, കുഞ്ഞുങ്ങളെ വളർത്തണം, തൻ്റെ കൂടെ ചേർന്ന യുവാക്കന്മാർക്കൊക്കെ ഒരു ഭാവി സുസജ്ജമാക്കി തീർക്കണം. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, ഒരു മീൻ പോലും കിട്ടിയില്ല. ഈ യുവാക്കന്മാരുടെ വീടുകളിൽ അവരെങ്ങനെ തിരിച്ചു ചെല്ലും? ഒഴിഞ്ഞ കൈയുമായിട്ട് ചെന്നാൽ അവരുടെ ഭാര്യമാര് വഴക്കുണ്ടാക്കുകയല്ലേ? അവരുടെ അമ്മമാര് അരി വാങ്ങിക്കാൻ പോകുമ്പോ ഇവരോട് എന്ത് ചോദിച്ചാൽ എന്തു പറയും? ഇങ്ങനെയൊക്കെ നിരാശപ്പെട്ട് ഈ വലയൊക്കെ കഴുകി പടകുമൊക്കെ കഴുകി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ ഒരാള് വന്നിട്ട് പറയുകയാണ്, ആ പടക് ഇച്ചിരി അങ്ങോട്ട് നീക്കിയിട്ടാൽ എനിക്കിതിൽ നിന്നൊന്ന് പ്രസംഗിക്കാം. ദേഷ്യം വരാതിരിക്കുമോ? രാത്രി മുഴുവൻ ഉറക്കളിച്ച് മീൻ പിടിക്കാൻ നോക്കിയിട്ട് ഒന്നും കിട്ടാതെ ഇനി എങ്ങനെങ്കിലും വീട്ടിൽ പോയി കുറച്ചൊന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഒരു അപരിചിതം എന്ന് പറയുന്നത്, ഈ പടകിൽ ഒരെണ്ണം കൊടുത്താൽ അദ്ദേഹം പ്രസംഗിക്കാമത്രേ. പ്രസംഗിക്കാൻ കണ്ട നേരം ഇതാണോ എന്നൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ വിചാരിച്ചു കാണും. പ്രസംഗമൊക്കെ കഴിഞ്ഞ് യേശു പറയുകയാണ്, നിങ്ങൾ വിഷമിക്കണ്ട, ഡോണ്ട് വറി, വലത്തോട്ട് നീക്കി ഒന്ന് വീശിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടും. അവരത്ഭുതപ്പെട്ടു പോയി. സാധാരണ മറ്റ് യുവാക്കന്മാരാണെങ്കിൽ പറയും, ഞങ്ങള് ഇനി ഏതായാലും ബന്ധപ്പെടാൻ പോകുന്നില്ല, കാരണം ഞങ്ങളെ ആരും മീൻ പിടിക്കാൻ പഠിപ്പിക്കേണ്ട, കൊല്ലക്കുഴിയിൽ സൂചി വയ്ക്കുന്ന ഇടപാട് പോലെയാണ്, ഞങ്ങൾക്ക് ആകപ്പാടെ അറിയാവുന്ന മീൻപിടുത്തമാണ്, ഞങ്ങൾ ജീവിക്കുന്നത് ഈ കടൽക്കരയിലാണ്, ഞങ്ങള് അധ്വാനിക്കുന്നത് ഈ പുറംകടലിലാണ്, ഞങ്ങൾക്ക് വല എന്താണെന്നറിയാം, തിരമാലകൾ എന്താണെന്നറിയാം, കാലാവസ്ഥകൾ എങ്ങനെയാണെന്നറിയാം, ഇതൊന്നും ആരും ഞങ്ങളെ പഠിപ്പിക്കണ്ട. എങ്കിലും ശിമോൻ പത്രോസും കൂട്ടരും ഒന്ന് ശ്രമിക്കുകയാണ്, ഒന്ന് നോക്കിക്കളയാം. പെരുത്ത മീൻകൂട്ടം വലയിൽ നിറയുകയാണ്. അപ്പോഴാണ് പത്രോസിന് കരയിൽ നിൽക്കുന്നത് ആരാണ് എന്ന് മനസ്സിലായത്. കരയിൽ നിൽക്കുന്നത് ആരാണ് എന്നപ്പോഴാണ് മനസ്സിലായത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വിളി ചിലപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് ജീവിതത്തില് നാം നിരാശയുടെ പടുകുഴിയിലായിരിക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ചിലപ്പോൾ ഒരു നേർത്ത ശബ്ദം നമ്മുടെ കാതിൽ മുഴങ്ങുകയും, അതൊരു അപരിചിതനിൽ കൂടെ ആയിരിക്കാം, ഒരു വഴിപോക്കനിൽ കൂടെ ആയിരിക്കാം, ഒരു സുഹൃത്തിൽ കൂടെ ആയിരിക്കാം, ഒരു സുവിശേഷ പ്രസംഗകന്റെ നാവിൽ നിന്നായിരിക്കാം. ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയാൻ സാധിച്ചാൽ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളവരായി തീരും. പത്രോസിന് അപ്പോഴാണ് കരയിൽ നിൽക്കുന്നത് കർത്താവാണെന്ന് മനസ്സിലായി. അവൻ നഗ്നനാണെന്ന് മനസ്സിലാക്കി വെള്ളത്തിൽ ചാടുന്നതൊക്കെ നാം വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ when all our expertise become futile, നമ്മുടെ ആ അത്യധ്വാനം, ചില ആളുകളുണ്ട് വളരെ വിദഗ്ധമായ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബിസിനസ് തുടങ്ങും, ഇഷ്ടംപോലെ ഡിഗ്രികൾ സമ്പാദിച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല മെഷീനറീസ് നേടിയിട്ടുണ്ട്, അഭ്യസ്തവിദ്യരായ വളരെ നല്ല സെലക്ഷനൊക്കെ നടത്തി ഒരു കൂട്ടം ജോലിക്കാരെ എല്ലാം നിയമിച്ചു. പക്ഷെ എന്തുകൊണ്ടോ ബിസിനസ് മുൻപോട്ട് പോകുന്നില്ല? എന്തുകൊണ്ടോ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുന്നില്ല? നമ്മെ തളർത്തുന്ന നിമിഷങ്ങളാണ്, നമ്മെ തകർക്കുന്ന നിമിഷങ്ങളാണ്, നമ്മെ നിരാശയിൽ ആഴ്ത്തുന്ന നിമിഷങ്ങളാണ്. അവിടെയാണ് ചിലപ്പോൾ ദൈവം ഇടപെട്ടുകൊണ്ട് വലത്തോട്ട് നീക്കി വല വീശുവാൻ നമ്മോട് കൽപ്പിക്കുന്നത്. വിവാഹപ്രായമായ
കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ. സുന്ദരിയായ മകൾ, അഭ്യസ്ത വിദ്യയാണ്, ഇഷ്ടം പോലെ പണമുണ്ട് കൊടുക്കാൻ. പക്ഷേ എന്തുകൊണ്ടോ വിവാഹം തരപ്പെടുന്നില്ല? എന്തുകൊണ്ടോ ഒരു ഉദ്യോഗം തരപ്പെടുന്നില്ല? എന്തുകൊണ്ടോ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കുന്നില്ല? അവിടെയാണ് ദൈവം പലപ്പോഴും ഇടപെടുന്നത്. അതുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിക്കുന്നവർക്ക് ഒരു നാളും ഒരു നന്മയ്ക്കും മുട്ടുണ്ടാകുകയില്ല. ദൈവമാണ് നമ്മെ വഴി നടത്തുന്നത് എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാവണം. ദൈവം തെരഞ്ഞെടുക്കുന്നത് കേവലം കൃമികളായ, ദോഷികളായ, പാപികളായ മനുഷ്യരെയാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷക്കാലത്ത് യേശു തമ്പുരാൻ സഹവസിച്ചത് മുഴുവൻ പാപികളോട് കൂടിയാണ്. വിശുദ്ധ ജീവിതം നയിക്കാൻ ശ്രമിച്ച ആളുകളൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷെ യേശു കാണാതെ പോയ ഈ ആടുകളെ തേടി ഇറങ്ങിയവനാണ്. ചുങ്കക്കാര്, വേശ്യമാര്, പാപികള്, കുഷ്ഠരോഗികള്, അവരിലേക്കാണ് യേശു ഇറങ്ങിച്ചെന്നത്. നസ്രയത്തില് പ്രസംഗിക്കാൻ വേദപുസ്തകം കൊടുത്തപ്പോ അദ്ദേഹം വായിച്ചത് യെശയ്യാ പ്രവചനം 61-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അവൻ രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് വിമോചനവും കൊടുക്കുന്നവനും യഹോവയുടെ പ്രസാദവർഷം പ്രസംഗിക്കുന്നവനുമാണ് എന്ന് പറയുന്ന ഭാഗം ഞങ്ങൾ സെമിനാരിയിൽ പറയും നാസറത്ത് മാനിഫെസ്റ്റോ എന്ന് പറയും. യേശുവിൻ്റെ ആദ്യത്തെ പ്രഭാഷണമാണ്. ലൂക്കോസ് എവങ്കലിസ്തൻ അവിടെ പ്രഭാഷണമെന്നൊന്നും പറയുന്നില്ല. യേശു നസ്രയത്തില് ഈ സുന്നഗോഗിൽ എഴുന്നേറ്റ് നിന്ന് വായിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പുസ്തകം മടക്കിയിട്ട് അവൻ ഇരുന്നപ്പോ ആളുകൾ മുഴുവൻ ആശ്ചര്യപ്പെടുകയാണ്. ഇതെന്തൊരു വചനം, ഇതെന്തൊരു ശക്തി, ഇതെന്തൊരു ആശയം. ഒത്തിരി ആളുകൾ വായിച്ച ഭാഗമാണ്. പക്ഷേ യേശു വായിച്ചപ്പോ അത് ജീവനുള്ള വചനമായി മാറി. യേശു വായിച്ചപ്പോ അത് ഹൃദയങ്ങളെ സ്പർശിച്ചു. അവിടെ അത്ഭുതപ്പെടുകയാണ്. യേശു അവിടെ പ്രസംഗിച്ചതായി ലൂക്കോസ് എവങ്കലിസ്തൻ പറയുന്നില്ല. ഒരുപക്ഷെ പ്രസംഗിച്ചു കാണും. എന്തായിരുന്നാലും ദൈവവചനം അർത്ഥം മനസ്സിലാക്കി ആളുകൾക്ക് അർത്ഥം മനസ്സിലാക്കുന്ന രീതിയിൽ വായിച്ച്, ഒരുപക്ഷെ ഇടയ്ക്ക് വല്ല നോട്ട് വല്ലതും പറഞ്ഞു കാണുമോ എനിക്കറിയില്ല, ദൈവവചനം അവിടെ ഘോഷിക്കുകയായിരുന്നു. ദൈവവചന ഘോഷണം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നതാവണം. അഭിവന്യ ഒസ്താത്യോസ് തിരുമേനി പ്രസംഗിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ ഒരഗ്നി കത്തുകയായിരുന്നു. നമ്മുടെ കണ്ണില് കണ്ണുനീർ നിറയുകയായിരുന്നു. അന്നത്തെ പ്രസംഗങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. മനുഷ്യന്റെ മാനസാന്തരത്തെ പ്രതി, അന്ത്യനാളിലെ ന്യായവിധിയെ പറ്റി. ഇപ്പൊ കാലം ഒത്തിരി മാറി. ഇപ്പൊ എല്ലാം കോമഡി ഷോയായി മാറിയിരിക്കുന്നു. ദീർഘമായി അതിനെപ്പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചിരിച്ച് ചിരിച്ച് കണ്ണു നിറയുകയാണ്. കുട്ടുകൂട്ട ചിരിച്ച് കണ്ണു നിറയുന്നതല്ല വചനഘോഷണം. ഏങ്ങി ഏങ്ങി കരഞ്ഞ് കണ്ണു നിറയുന്നതാണ് ദൈവവചന ഘോഷണം എന്ന് പറയുന്നത്. ഹൃദയങ്ങളെ സ്പർശിക്കണം, മനസ്സിനെ കുത്തിനോവിക്കണം, തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രാപ്തമാകണം. ഈ മല്ലപ്പള്ളി കൺവെൻഷന്റെ ഈ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ആളുകളുടെ ഉള്ളിൽ ദൈവത്തിന്റെ അഗ്നി ജ്വലിക്കണം. ഉള്ളിൽ മനസ്സ് നോവണം, പശ്ചാത്താപം ഉണ്ടാവണം, അനുതാപം ഉണ്ടാവണം. ഈ നോമ്പുകാലത്ത് പ്രത്യേകിച്ച് ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാവണം. ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും തിരിച്ചറിയുന്ന ആളുകൾ വലിയ മനുഷ്യരായി മാറും. ചൈനയില് മിഷനറി പ്രവർത്തനം നടത്തിയ വലിയ മിഷനറിയാണ് ഹഡ്സൺ ടൈലർ. ഹഡ്സൺ ടൈലർ പറയുന്ന ഒരു വലിയ വാക്യമുണ്ട്. അദ്ദേഹം പറയുന്നു, ഓൾ ഗോഡ്സ് ജയന്റ്സ് ആർ വീക്ക് പീപ്പിൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാചകമാണ്. ഓൾ ഗോഡ്സ് ജയന്റ്സ് ആർ വീക്ക് പീപ്പിൾ. വേദപുസ്തകം വായിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ വലിയ രാക്ഷസന്മാരായ ആളുകളൊക്കെ
ബലഹീനരായിരുന്നു. ദൈവത്തിൻ്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിച്ച് അതിപ്രഗത്ഭന്മാരായി മാറിയവരൊക്കെ ബലഹീനരായിരുന്നു. വിക്കനായ മോശ ഫറവോനോട് മറുത്തു സംസാരിക്കുവാൻ, വലിയ സാമ്രാജ്യത്തിന്റെ ശക്തിയായിരുന്ന ഫറവോനോട് മുഖത്തോട് മുഖം നോക്കി വാദിക്കുവാൻ, ഒരു ജനതയെ മുഴുവൻ വിമോചിപ്പിക്കുവാൻ ദൈവം നിയോഗിച്ച മോശ വിക്കനായിരുന്നു. അബ്രഹാം ആത്മവിശ്വാസം കുറവുള്ള ആളായിരുന്നു. യെശയ്യാവ് അശുദ്ധിയുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നവനും അശുദ്ധമുള്ള ഒരു അധരമുള്ള ആളുമായിരുന്നു. യെശയ്യാ പ്രവാചകൻ ദൈവവചനം ഘോഷിച്ച വലിയ പ്രവാചകനായ യെശയ്യാവ് ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനായിരുന്നു. സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം പൊട്ടച്ചൊല്ലായി മാറുന്ന, എല്ലാം അബദ്ധങ്ങളായി മാറുന്ന, എല്ലാം മനുഷ്യനെ വെറുപ്പിക്കുന്ന, ആളുകളെ തമ്മിലടുപ്പിക്കുന്ന ശുദ്ധിയില്ലാത്ത അധരമുള്ള യെശയ്യാവിനെ തീക്കനൽ കൊണ്ട് സ്പർശിച്ച് ശുദ്ധമുള്ള അധരമുള്ള വലിയ പ്രവാചകനായി, വലിയ സുവിശേഷകനായി ദൈവം നിയമിച്ചെങ്കിൽ എന്നെയും നിങ്ങളെയും ഏതെല്ലാം തലത്തിലേക്ക് ഉയർത്തും എന്നുള്ള കാര്യത്തിൽ തീർച്ചയുണ്ടാവണം. നമ്മളുടെ ബലഹീനതകൾ എന്തുമാകട്ടെ, നമ്മുടെ പോരായ്മകൾ എന്തുമാകട്ടെ, നമ്മുടെ പാപങ്ങൾ എന്തുമാകട്ടെ, ദൈവവചനത്തെ സ്വീകരിക്കുകയും ദൈവവിളിയെപ്പറ്റി അത് ഉറപ്പാക്കുകയും ചെയ്താൽ തീർച്ചയായും നമ്മളൊക്കെയും ദൈവത്തിന്റെ സന്നിധിയിൽ വലിയ മനുഷ്യരായി തീരും. പത്രോസ് അപ്പോസ്തലന് ഒത്തിരി വീഴ്ചകളുള്ള ആളായിരുന്നു, മുൻകോപമുള്ള ആളായിരുന്നു. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പട്ടാളക്കാരന്റെ കാത് അറുത്തുമാറ്റിയ ആളാണ്. യേശു സംശയാലുവായിരുന്നു. യേശു വെള്ളത്തിന്മേൽ നടന്നപ്പോ ഇത് ശരിയാണോ എന്നറിഞ്ഞുകൂടാതെ എനിക്കും നടക്കണം എന്ന് പിടിവാശിയെടുത്തവനാണ്. പലപ്പോഴും ഒരാത്മവിശ്വാസം നഷ്ടപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീ കാഞ്ഞുകൊണ്ട് നിന്ന പത്രോസിന്റെ അടുക്കൽ ഒരു ബാല്യക്കാരത്തി, നീയും ഗലീലക്കാരനാണോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. പത്രോസ് ഞെട്ടിപ്പോയി അവിടെ യേശുവിനെ തള്ളിപ്പറയുന്നത് നാം കാണുന്നുണ്ട്. കുരിശിലേറിയ യേശു തമ്പുരാൻ 2 ദിവസം ഈ ഭൂമിയില് അദ്ദേഹത്തിന്റെ സഹവാസം നഷ്ടപ്പെട്ടപ്പോ കൂട്ടുകാരോട് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്, നിങ്ങൾ വരുന്നോ? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പൊ ഇങ്ങനെ ചഞ്ചലഹൃദയനായ, അതുപോലെ തന്നെ സംശയങ്ങളുള്ള, ധൈര്യക്കുറവുള്ള, മുൻകോപിയായ ഒരിക്കൽ യേശുവിനോട് ചോദിച്ചു, ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? 70 മതിയോ? അപ്പൊ എന്തിനും തയ്യാറാണ്. 70 കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ദേഷ്യപ്പെടാമോ? കർത്താവ് അത് വീണ്ടും പറയുകയാണ്, 7 വട്ടം പോരാ, 70 പോരാ, അതിനപ്പുറത്താണ്. പത്രോസിനെ രൂപപ്പെടുത്തിയ കർത്താവ് എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്തും. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിയാൽ മാത്രം മതി. ദൈവീകരണ പദ്ധതിയിൽ, ദൈവീകരണത്തിന്റെ യാത്രയിൽ രണ്ടാമത് നമുക്കുണ്ടാകേണ്ട ഗുണം എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചുള്ള ഒരു വിശ്വാസ പദ്ധതിയിൽ നാം അംഗങ്ങളായി മാറണം. ദൈവവിശ്വാസം ബലപ്പെടണം നമ്മുടെ ഉള്ളിൽ. അത് വളരെ ശ്രമം കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. അതൊരു രൂപാന്തരം കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. നമ്മുടെ സഭാജീവിതം കൊണ്ട്, നമ്മുടെ കൗദാശിക ജീവിതം കൊണ്ട് പിതാക്കന്മാര് നമ്മൾ അങ്ങനെ ആയിത്തീരാനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ മാമോദീസായിലൂടെ സാത്താനെ ഉപേക്ഷിച്ച് മശീഹായെ സ്വീകരിച്ച് വിശുദ്ധ മൂറോൻ അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളായി, സഭയുടെ അംഗങ്ങളായി മാറുന്ന ഓരോ വ്യക്തിക്കും ദൈവത്തെ കൂടുതൽ അറിയുവാൻ ഉള്ള എല്ലാ പദ്ധതികളും പിതാക്കന്മാര് ഈ പൗരാണിക സഭയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ കൂദാശയും ദൈവത്തെ കൂടുതൽ
തൊട്ടറിയാനുള്ള നിമിഷങ്ങളായി മാറണം. അതിന് ഭംഗിയുള്ള പല ഭാവങ്ങളുമുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ അതിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും ആ ആരാധനയിൽ ലയിച്ച് ദൈവത്തെ അറിയാൻ ശ്രമിക്കണം. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ കുറച്ച് തിയോളജി പഠിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കുറച്ച് പുസ്തകങ്ങൾ വായിക്കുക എന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വിശുദ്ധ വേദപുസ്തകം പഠിക്കുക എന്ന് മാത്രവുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുഭവിച്ച് അറിയുകയാണ്. അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ വാഹകരായി ജീവിക്കുക എന്നുള്ളതാണ്. വി ആർ ക്രിയേറ്റഡ് ഫോർ ഇറ്റേണിറ്റി. വി ആർ ക്രിയേറ്റഡ് ഫോർ ഇറ്റേണിറ്റി. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് 60 വർഷത്തേക്കോ 70 വർഷത്തേക്കോ 100 വർഷത്തേക്കോ അല്ല. നമ്മളിത് പല മെഷീൻസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ വാറന്റി പീരീഡ് നമ്മൾ ചോദിക്കും. ചിലതിനൊക്കെ 1 വർഷം, ചിലതിനൊക്കെ 2 വർഷം, ചിലതിന് 3 വർഷം. നമ്മുടെ വാറന്റി പീരീഡ് 70 വർഷമല്ല, 100 വർഷമല്ല. വി ആർ ക്രിയേറ്റഡ് ഫോർ ഇറ്റേണിറ്റി. നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് അനുദിനം ഈ ദൈവികമായ ബന്ധത്തിൽ ആയിത്തീരണം. ഈ 40 ദിവസത്തെ ഉപവാസം, അത് കഴിഞ്ഞുള്ള 10 ദിവസത്തെ കഷ്ടാനുഭവ ആഴ്ച ശുശ്രൂഷകൾ, ഇതൊക്കെ നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്ന ദിനങ്ങളായി മാറണം. നിർഭാഗ്യവശാല് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളും പ്രതിബന്ധങ്ങളും നമ്മെ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന അതിശ്രേഷ്ഠമായ മഹാപുരോഹിത പ്രാർത്ഥന, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, ആ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ഞാൻ ഇവരെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തെങ്കിലും അവർ ലോകത്തിന് ഉള്ളവരല്ല. Though I have selected them from the world, they don't belong to the world. അവർ ഈ ലോകത്തിന് വേണ്ടിയുള്ളവരല്ല. നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ലോകത്തിൽ നിന്നാണ്. പക്ഷെ we don't belong to this world. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലുള്ളത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മിൽ നിന്നും അത് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ പ്രസംഗമല്ല, നമ്മുടെ വാചക കസർത്തല്ല, നമ്മുടെ ജീവിതമാണ് വലിയ സാക്ഷ്യം എന്ന് പറയുന്നത്. സ്കൂളിൽ പഠിച്ചപ്പോ കബീർദാസിന്റെയോ മറ്റോ ഒരു ദോഹ, ഒരു ഈരടി പഠിച്ചു നോക്കുന്നു. ഇവിടെ പറയുന്നത്, സംസാരശേഷിയില്ലാത്ത ഒരു മനുഷ്യൻ ശർക്കരയുടെ മധുരം എങ്ങനെയാണ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? സംസാരശേഷിയുള്ള ഒരാളാണെങ്കിൽ തന്നെ ശർക്കരയുടെ മധുരം എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? അത് മധുരമുള്ളതാണെന്ന് പറയാം, പക്ഷേ ഓരോ വ്യക്തിയും മധുരത്തെ മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ഹൽവ ഇഷ്ടപ്പെട്ടവന് മധുരം ഹൽവയുടെ മധുരമാണ്. ലഡു ഇഷ്ടപ്പെട്ടവന് ലഡുവിന്റെ മധുരമാണ്. പക്ഷെ ശർക്കരയുടെ മധുരം ഇതൊന്നുമല്ല. ശർക്കരയുടെ മധുരം മനസ്സിലാക്കണമെങ്കിൽ ഒരുവന്റെ നാവിൽ ആ ശർക്കര തൊട്ടേ മതിയാവൂ. അവരുടെ നാവിൽ ശർക്കര കൊണ്ടുവച്ചെങ്കിൽ മാത്രമേ അവന് ശർക്കര എന്താണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. ദൈവത്തെ മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ നമ്മുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അനേകം ആളുകൾ കോവിഡിന്റെ വലിയ വിപത്തിൽ, മരണത്തിന്റെ നിഴലിൽ കഴിയുകയാണ്. മരണം മരണം മരണം, ഇതാണ് കഴിഞ്ഞ 1 വർഷത്തിലധികമായി നാം കേൾക്കുന്നത്. ഓരോ ദിവസവും ഇത്ര പേർ മരിച്ചു, ഇത്ര പേർ രോഗബാധിതരായി, ഇത്ര പേർ സുഖപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്ത മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. നമ്മളൊക്കെ കെട്ടുകെട്ട് പരിശീലിച്ചു. എന്നും പത്രം വായിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് അതാണ്. മരണം മരണം മരണം. നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത എത്രയോ ആളുകൾ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. യുവതി യുവാക്കന്മാർ പോലും കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നു. ശിശുക്കൾ
മരിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെയൊക്കെ എന്താണ് ജീവൻ, എന്താണ് മരണം എന്നൊക്കെ തിരിച്ചറിയണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ആയുസ് അതൊരു വലിയ നിധിയായി നാം കാത്തു സൂക്ഷിക്കണം. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ട്രഷർ ദാറ്റ് യു പൊസസ്. നമ്മുടെ ജീവനാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത്. പലപ്പോഴും ജീവന് വലിയ വില കൊടുക്കാതെ മറ്റുള്ള സ്വത്തുകൾക്ക് കൂടുതൽ നാം പ്രാധാന്യം കൊടുക്കാറുണ്ട്. സമ്പത്തുകൾക്കാകാം, മറ്റു പല കാര്യങ്ങൾക്കാകാം. ജീവനെ പരിപാലിക്കുവാൻ അതിനെ നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആ ജീവൻ നിലനിർത്തുന്ന ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ദൈവ സംസർഗത്തിൽ കഴിയുക, ജീവൻ നൽകുന്ന, കൂടുതൽ ജീവൻ നമുക്ക് നൽകുന്ന യേശു ക്രിസ്തുവിൽ നാം അടിസ്ഥാനപ്പെട്ട് ജീവിക്കേണ്ടിയിരിക്കുന്നു. ഈ നോമ്പിന്റെ നമസ്കാരങ്ങൾ, ഈ ഉപവാസത്തിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത് ഭാരമായി എടുക്കാതെ ആ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ ഒരു സന്തോഷമായി കരുതേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ ഗീതങ്ങളും നമ്മുടെ ആചാരമര്യാദകളുമൊക്കെ ഇത്ര ശ്രേഷ്ഠമായ മറ്റൊന്നും ഈ ലോകത്തിൽ ഇല്ല എന്നാണ് മറ്റു സഭക്കാർ പറയുന്നത്. കോട്ടയം വൈദിക സെമിനാരിയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ സഭകളിലുള്ള ആളുകൾ പഠിക്കുന്നുണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിക്ക്, MTH, അതുപോലെ ഡോക്ടറൽ ഡിഗ്രികൾക്ക്. അവരൊക്കെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആരാധന എന്ന് പറയുന്നത്. നമ്മുടെ ആരാധന ഒരുവന്റെ ആത്മീയ യാത്രയിൽ അവന് പുതുക്കം നൽകുന്ന, അവനെ ശിക്ഷണപ്പെടുത്തുന്ന, അവനെ ദൈവത്തോട് അടുപ്പിക്കുന്ന, അവന്റെ ജീവനെ സംബന്ധിച്ച് ഉത്തരവാദിത്വത്തോടെ കഴിയുന്ന ഒന്നായി മാറുകയാണ്. നിർഭാഗ്യവശാൽ പുറത്ത് നാം അറിയപ്പെടുന്നത് ഈ കാരണങ്ങളാൽ അല്ല എന്നൊരു ദൗർഭാഗ്യം സമീപകാലത്ത് നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ സഭയെ ഇന്ന് ലോകം അറിയുന്നത് മറ്റു പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതിലേറെയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഈ പോസിറ്റീവായിട്ടുള്ള ഈ കാര്യങ്ങൾ ഒന്ന് ആളുകളുടെ ശ്രദ്ധയിൽ വരുത്തണമെങ്കിൽ ഓരോ വിശ്വാസിയും ശ്രമിച്ചേ മതിയാവൂ. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ല കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. എന്തുകൊണ്ടോ ഓർത്തഡോക്സ് സഭയിൽ ഞാൻ മറ്റ് പല സഭകളുമായി ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതി, ഒരു സഭയുടെ ന്യൂനത ഇത്രയും വലിപ്പപ്പെടുത്തി ചർച്ച ചെയ്യുന്ന മറ്റൊരു സഭ കേരളത്തിലില്ല. നാം ചർച്ച ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ പോരായ്മകളാണ്. നാം പ്രചരിപ്പിക്കുന്നത് മുഴുവൻ നമ്മുടെ പോരായ്മകളെ പറ്റിയുള്ള ചർച്ചകളാണ്. നാം പ്രചരിപ്പിക്കുന്നത് മുഴുവൻ നമ്മുടെ ആധ്യാത്മിക ഗുരുക്കന്മാരുടെ പോരായ്മകളാണ്. മറ്റൊരു സഭയിലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. അവിടെയൊക്കെ അവർ പ്രചരിപ്പിക്കുന്നതൊക്കെ അതാത് സഭയുടെ നന്മകളും നേട്ടങ്ങളും ശ്രേഷ്ഠതകളുമാണ്. അവിടെയും കുഴപ്പങ്ങളുണ്ട്, അവിടെ പ്രയാസങ്ങളുണ്ട്. മനുഷ്യൻ പാപിയായതുകൊണ്ട് പ്രശ്നം. നമ്മുടെ നോമ്പിന്റെ നമസ്കാരങ്ങളിലെ പ്രാർത്ഥനകളൊക്കെ എത്ര അനുതാപമുളവാക്കുന്നതാണ്, എത്ര അനുതാപമുളവാക്കുന്നതാണ്. നമ്മൾ ശ്രദ്ധിച്ച് അതൊക്കെയും വായിക്കുകയും അതിൽ പങ്കെടുക്കുകയും 40 കുമ്പിടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ലോകത്തിലെ മറ്റു പല വിഷയങ്ങളും ചെറുതായി തോന്നും. ഏറ്റവും വലിയ വിഷയം നമ്മുടെ ആത്മാവിൻ്റെ മാനസാന്തരമായി നമുക്ക് ബോധ്യപ്പെടും. ദൈവീകരണത്തിൻ്റെ വഴിയിലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രൂപാന്തരത്തിൻ്റെ അനുഭവമാണ്. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു, വിളിയും തെരഞ്ഞെടുപ്പും ബോധ്യപ്പെടുന്ന കാര്യം. രണ്ടാമത്തേത് പറഞ്ഞു, ദൈവികമായ സംസർഗത്തിൽ വളർന്ന് ദൈവത്തെ തൊട്ടറിയുന്ന അനുഭവമായി മാറണം. മൂന്നാമത്തേത് രൂപാന്തരത്തിൻ്റെ അനുഭവമാണ്. കഴിഞ്ഞ ആഴ്ച വായിച്ചല്ലോ, കാനാവിലെ കല്യാണത്തിന് 6
നമുക്കൊക്കെ വളരെ ഹൃദിസ്ഥമായ വേദഭാഗമാണ്. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യം. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? അനേകം ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ 10-15 പേരാണ്, വിവിധ സഭകളിലുള്ളവരാണ്, പെന്തക്കോസ്റ്റൽ സഭ ഉൾപ്പെടെ ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ സംബന്ധിച്ചു. അപ്പോൾ പുതിയ പരിഭാഷയെ പറ്റിയുള്ള ചർച്ചകളൊക്കെ നടന്നപ്പോൾ പല വേദഭാഗത്തിൻ്റെ തർജ്ജമകൾ ഉദാഹരണമായി കൊണ്ടുവന്നു. ഈ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം ഉണ്ടായിരുന്നു. അവിടെ യേശു അമ്മയോട് ചോദിക്കുന്നത്, അമ്മ എന്തിനാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്? അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ സന്ദർഭം നോക്കിയാൽ അത്രയേ ഉള്ളൂ പറഞ്ഞത്. അമ്മ എന്തിനാണ് ഇപ്പോഴെന്നോട് ഇത് പറയുന്നത്? പക്ഷേ വാചക അർത്ഥം അതല്ല. അമ്മ മകനോട്, സാധാരണ പാട്ടുപാടാൻ അറിയാവുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാർ പൊതു സദസ്സുകളിൽ പോയാൽ അവിടെ വെച്ച് പറയും, മോനെ ഒരു പാട്ടൊന്ന് പാടാമോ? പ്രസംഗിക്കാൻ അറിയാവുന്ന കുട്ടിയെയും കൊണ്ട് പോയാൽ പറയും, മോനൊന്ന് പ്രസംഗിക്കാമോ? കഥാപ്രസംഗം നടത്തുന്ന ചെറുപ്പക്കാരനെയും കൊണ്ട് പോയാൽ അവനിങ്ങനെ ആരും അറിയരുതെന്ന് വിചാരിച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അമ്മ പറയും, മോനൊരു കഥാപ്രസംഗം പറയാമോ? അപ്പൊ മകന്റെ മറുപടി എന്താണ്? അമ്മയ്ക്കൊന്ന് ചുമ്മാതിരിക്കാമോ? കാനാവിലും സാഹചര്യം ഇത് തന്നെയാണ്. മറിയാമും കർത്താവും ശിഷ്യന്മാരും കാനാവിൽ കല്യാണത്തിന് വിരുന്നുകാരായി ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ കല്യാണത്തിന്റെ ചടങ്ങുകളൊന്നും നമ്മൾ വായിക്കുന്നില്ല. എവിടെ വെച്ചാണ് ഈ കല്യാണം നടന്നത് എന്നൊന്നും നമ്മൾ വായിക്കുന്നില്ല. അതിൽ പ്രാർത്ഥനയുണ്ടായിരുന്നോ എന്ന് നമ്മൾ വായിക്കുന്നില്ല. അവിടെ പ്രസംഗമുണ്ടായിരുന്നോ അതും നമ്മൾ വായിക്കുന്നില്ല. ആകപ്പാടെ കല്യാണ സദ്യയെപ്പറ്റി മാത്രമേ നമുക്ക് അറിവുള്ളൂ. കാരണം യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിന്റെ അവസാനം പറയുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ എഴുതാനുണ്ട്, എഴുതിയാൽ ലോകത്തിൽ പുസ്തകങ്ങൾ ഒതുങ്ങുകയില്ല. ഇതെല്ലാം കൂടി എഴുതുക എൻ്റെ ഉദ്ദേശമല്ല. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് തെളിയാൻ തക്കവണ്ണമുള്ള സംഭവങ്ങളെ ഞാൻ എഴുതുന്നുള്ളൂ. അതുകൊണ്ട് കല്യാണ സദ്യയാണ് ഇവിടെ വിഷയമായി എടുത്തിരിക്കുന്നത്. അവിടെ വെച്ച് ഈ അതിഥികളായി വന്ന നമുക്കെന്താണ് ഇതിൽ കാര്യം? അതേ ഉള്ളു ചോദ്യം. ഇപ്പൊ ഞാൻ ഈ ട്രാൻസ്ലേറ്റേഴ്സിനോട് പറഞ്ഞു, എന്തിനാണ് ഇത്രയും ബന്ധപ്പെടുന്നത്? ആ ഗ്രീക്ക് ഭാഷയിലാണല്ലോ പുതിയ നിയമം എഴുതപ്പെട്ടത്. അവിടെ കിടക്കുന്നത് അതുപോലെ അങ്ങ് തർജ്ജമ ചെയ്താൽ മതി. തർജ്ജമയില് സത്യവേദ പുസ്തകത്തിൽ ഒരു കുസൃതി ഒരാൾ കാണിച്ചതാണ് പ്രശ്നം. തമ്മിൽ എന്നൊരു വാക്ക് ചേർത്തിരിക്കുന്നു, അത് ഗ്രീക്ക് ഭാഷയിലില്ല. അവിടെ ചോദിക്കുന്നത് വാട്ട് ടു മീ ആൻഡ് ടു യു. ടി, എമോയ്, കായ്, സോയ്, 4 ഗ്രീക്ക് വാക്കുകളാണ് ആ ചോദ്യത്തിലുള്ളത്. ടി എന്ന് പറഞ്ഞാൽ വാട്ട്, എമോയ് എന്ന് പറഞ്ഞാൽ ടു മീ, കായ് എന്ന് പറഞ്ഞാൽ ആൻഡ്, സോയ് എന്ന് പറഞ്ഞാൽ ടു യു. വാട്ട് ടു മീ ആൻഡ് ടു യു. എനിക്കും നിനക്കും എന്ത്? വൈ ഡു യു ബോദർ അബൌട്ട് ദീസ് തിങ്സ്? ഇതെല്ലാം ചർച്ച ചെയ്തത് കഴിഞ്ഞ ആഴ്ച നോക്കുകയായിരുന്നു. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് ഇതിൽ മാത്രമല്ല, ആ കൽപാത്രങ്ങളിൽ ഉണ്ടായിരുന്ന വെള്ളത്തെ പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. 6 കൽപാത്രങ്ങളിലിരുന്ന വെള്ളത്തെ പറ്റിയാണ്. ദൈവം 6 ദിവസം കൊണ്ട് സമസ്ത ലോകത്തെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചെങ്കിൽ സൃഷ്ടികർത്താവായ ദൈവത്തിന്റെ പുത്രൻ 6 കൽഭരണികളിലെ വെള്ളം വീഞ്ഞാക്കി മാറ്റുകയാണ്. എന്തായിരുന്നു വാസ്തവത്തിൽ ഒരു വെള്ളം സൃഷ്ടിച്ച ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? വെള്ളം ജീവൻ നിലനിർത്തുന്ന ഒരു പദാർത്ഥമാണ്, ഒരു പാനീയമാണ്. എവിടെ ജലമുണ്ടോ അവിടെ ജീവനുണ്ട്. പ്രപഞ്ചത്തിന്റെ ആരംഭത്തിങ്കിൽ വെള്ളത്തിന്റെ മേൽ ആത്മാവ് പരിവർത്തിച്ചപ്പോ ഈ പ്രപഞ്ചം സുന്ദരമായ ഒരു സൃഷ്ടിയായി മാറി. പക്ഷെ കാനാവിലെ കൽപാത്രത്തിൽ ഇവിടുത്തെ വെള്ളത്തിന്റെ ജോലി ഇതൊന്നുമല്ല. ഇവിടെ വെള്ളത്തിന്റെ ജോലി എന്ന് പറയുന്നത് ആളുകളുടെ കാല് കഴുകുക, കൈ കഴുകുക, മുഖം കഴുകുക എന്നൊക്കെയാണ്. നല്ല കാര്യമാണ്, വെള്ളം കൊണ്ട് അതുമാകാം. വെള്ളം കൊണ്ട് കൈ കഴുകാം, കാല് കഴുകാം, മുഖം കഴുകാം, ഒക്കെ ചെയ്യാം. പക്ഷേ ദ പ്രൈമറി ഒബ്ജക്റ്റീവ്, വെള്ളത്തെ സൃഷ്ടിച്ചതിൻ്റെ പരമമായ ഉദ്ദേശം ഇതൊന്നുമല്ല. വെള്ളത്തെ സൃഷ്ടിച്ചതിൻ്റെ പരമമായ ഉദ്ദേശം ജീവൻ ഉൽപ്പാദിപ്പിക്കുക, ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. കാനാവിലെ കൽപാത്രങ്ങളിലെ വെള്ളം
ആ പ്രഥമ ഉദ്ദേശത്തിൽ നിന്ന് വഴുതി മാറിയിരിക്കുന്നു. കേവലം കൈ കഴുകാനും കാല് കഴുകാനും മുഖം കഴുകാനും ഒക്കെ മാത്രമുള്ള ഒരു വസ്തുവായി മാറിയിരിക്കുന്നു. അവിടെയാണ് യേശു ഇടപെട്ടത്. അവിടെയാണ് യേശു അതിനെ പരിവർത്തനപ്പെടുത്തി, അതിനെ രൂപാന്തരപ്പെടുത്തി, മേൽത്തരം മീഞ്ഞാക്കി ആ അതിഥികളെ മുഴുവൻ സന്തോഷിപ്പിച്ച് നിരാശയിൽ നിന്ന് അവരെ സന്തോഷത്തിലേക്ക് കൊണ്ടുവന്നത്. പ്രിയമുള്ളവരെ, യേശു ഇടപെട്ട് കഴിയുമ്പോൾ എനിക്കും നിങ്ങൾക്കും രൂപാന്തരമുണ്ടാവും. ഈ ലോകത്തിലെ ക്ലേശങ്ങൾ കണ്ട് നാം നിരാശപ്പെടേണ്ട കാര്യമില്ല. COVID-19 കണ്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള പ്രകൃതിയിലെ വിഷയങ്ങൾ അനുദിനം നമുക്കുണ്ടാവാം. ഇന്ന് രാവിലെ അമേരിക്കയിൽ നിന്ന് ഒരു സുഹൃത്ത് വിളിച്ചു. ടെക്സസില് ഡാളസ് പ്രദേശത്ത് ജീവിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 2-3 ദിവസമായി കറണ്ട് ഇല്ലായിരുന്നു. അമേരിക്കയിലെ ടെക്സസില് കിഴക്കൻ പ്രദേശത്ത് 3 ദിവസമായി ഇലക്ട്രിസിറ്റി ഇല്ല. ചൂടുവെള്ളം തിളപ്പിക്കാൻ പറ്റുന്നില്ല, അടുപ്പ് കത്തിക്കാൻ പറ്റുന്നില്ല, ഗ്യാസ് ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ശുദ്ധജലമില്ല. 3 ദിവസമായി അമേരിക്കയിലെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. നമ്മുടെ വാർത്തയിൽ ഇതൊന്നും വലിയ വിഷയമല്ല. ഇവിടുത്തെ നമ്മുടെ വാർത്ത രാഷ്ട്രീയ വിഷയങ്ങളാണല്ലോ. ഏതോ ഒരു പത്രത്തിൽ ഇത് രേഖപ്പെടുത്തിയത് ഞാൻ വായിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് സമ്പൽ സമൃദ്ധമായ അമേരിക്കയിൽ 3 ദിവസം ടെക്സസിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ കുടിവെള്ളമില്ല, അടുപ്പ് കത്തിക്കാൻ ഗ്യാസ് ഇല്ല. -20 ഡിഗ്രിയിൽ കഴിയുമ്പോൾ മുറി ചൂടാക്കാനുള്ള സംവിധാനം പ്രവർത്തിക്കുന്നില്ല. കുഞ്ഞുങ്ങള് കഷ്ടപ്പെടുന്നു. പെട്രോൾ പമ്പിൽ പെട്രോൾ ഇല്ല, ഒരു കടയും തുറന്നിട്ടില്ല, ഒരു ജോലിയും നടക്കുന്നില്ല. സ്റ്റാൻഡ് സ്റ്റില്ലായിരുന്നു. എന്നെ വിളിച്ച ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞു, അച്ഛാ ഒത്തിരി കഷ്ടപ്പെട്ടു, എങ്കിലും ഈ 2-3 ദിവസങ്ങള് ഞങ്ങള് ആദ്യമൊക്കെ വലിയ ഞെട്ടലും കഷ്ടപ്പാടും നിരാശയും ഒക്കെ ആയിരുന്നെങ്കിലും പതുക്കെ ചിന്തിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഇത് 3 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ട് മാറുമല്ലോ. 365 ദിവസവും ഈ അവസ്ഥയിൽ കഴിയുന്ന എത്രയോ ലക്ഷം ആളുകൾ ഈ ലോകത്തിലുണ്ട്. 365 ദിവസവും ഈ സൗകര്യങ്ങളൊന്നുമില്ലാതെ കഴിയുന്ന ആളുകൾ ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂലോകത്തിൽ എവിടെയൊക്കെയോ വസിക്കുന്നു. കോടിക്കണക്കിന് മനുഷ്യർ. അച്ഛാ, അത് ഓർത്തപ്പോ ആണ് ഞങ്ങൾക്കൊരാശ്വാസമുണ്ടായത്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും നമ്മിൽ താഴെയുള്ളവരെ പറ്റി ആലോചിക്കാറില്ല. നമ്മുടെ ജീവിത സുഖങ്ങൾ അല്പമൊന്ന് കുറയുമ്പോൾ നാം ഞെട്ടിവിറയ്ക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾ, ജോലിയില്ലാത്ത ആളുകൾ, ധനമില്ലാത്ത ആളുകൾ, അഭിമന്യ ഉസ്താദ് തിരുമേനി ഇവർക്കെല്ലാം വേണ്ടി ശബ്ദമുയർത്തിയ നമ്മുടെ വലിയ പിതാവായിരുന്നു. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നമ്മുടെ മനസാക്ഷിയെ നോവിക്കുന്ന ചോദ്യങ്ങൾ ഉതിർത്തുവിട്ട വലിയ അധ്യാപകനായിരുന്നു, വലിയ പ്രവാചകനായിരുന്നു, വലിയ റവല്യൂഷണറി ആയിരുന്നു. ആ പിതാവിൻ്റെ ഓർമ്മ നിർവഹിക്കപ്പെടുന്ന ഈ നാളുകളിൽ എങ്കിലും നാം ദരിദ്രരോട്, ഒന്നുമില്ലാത്തവരോട്, എളിമപ്പെട്ടവരോട്, ബുദ്ധിമുട്ടനുഭവിക്കുന്നവരോട് താതാത്മ്യം പ്രാപിക്കുവാൻ, കരുണയുള്ളവരായി തീരുവാൻ കഴിയണം. അതാണ് രൂപാന്തരം എന്ന് പറയുന്നത്. ദൈവ സ്നേഹത്തിൽ നിറഞ്ഞ് ജീവിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥമായ രൂപാന്തരം. ദൈവ സ്നേഹത്തിൽ നിറഞ്ഞ് ജീവിക്കുക, കരുണയുള്ളവരായി ജീവിക്കുക, സഹാനുഭൂതിയുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. ദൈവീകരണത്തിൻ്റെ പദ്ധതികളെ പറ്റി ഞാൻ പറഞ്ഞു വരികയായിരുന്നു. പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങളിലാണ് നാം ആരംഭിച്ചത്. നമ്മുടെ ആത്മീയ യാത്രയുടെ പരമമായ ഉദ്ദേശം ദൈവീകരണമാണ്, ഡിവിനൈസേഷനാണ്, തെയോസിസ് ആണ് എന്നൊക്കെ ഞാൻ പറയുകയുണ്ടായി. ഗ്രീക്ക് വാക്കാണ് തെയോസിസ്. അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് ഞാൻ പറയുകയായിരുന്നു. ഒന്നാമതേ, നമ്മെ സൃഷ്ടിച്ച
ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മുടെ പോരായ്മകൾ എന്തുമാകട്ടെ, ബലഹീനതകൾ എന്തുമാകട്ടെ, നമ്മുടെ പാപം നിറഞ്ഞ ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ എന്തുമാകട്ടെ, ഓൾ ഗോഡ്സ് ജയൻസ് ആർ വീക്ക് പീപ്പിൾ. ബലഹീനതയാണ് ദൈവം ശക്തന്മാരാക്കി മാറ്റുന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ദൈവികമായ പരിജ്ഞാനത്തിൽ വളർന്നു വരാനാണ്, ദൈവത്തെ തൊട്ടറിഞ്ഞ് ജീവിക്കാനാണ്. നമ്മുടെ പിതാക്കന്മാർ കൈമാറി തന്ന നോമ്പുപവാസങ്ങളിലൂടെ, വേദപുസ്തക പാരായണത്തിലൂടെ, നമ്മുടെ ആധ്യാത്മികമായ പാരമ്പര്യങ്ങളിലൂടെ ദൈവത്തെ തൊട്ടറിയുവാൻ, ദൈവത്തോട് സഹവസിക്കുവാനുള്ള ശ്രമം നമുക്കുണ്ടാവണം. അത് തെയോറിയ എന്ന് പറയും. അത് ജ്ഞാനത്തിൻ്റെ മാർഗമാണ്, അറിവിൻ്റെ മാർഗമാണ്, ദൈവത്തിങ്കിലേക്കുള്ള അടുപ്പമാണ്. മൂന്നാമത് ഞാൻ പറഞ്ഞത് രൂപാന്തരത്തെ പറ്റിയാണ്. ദ ട്രാൻസ്ഫിഗറേഷൻ, രൂപാന്തരത്തെ പറ്റിയാണ്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തുവീൻ എന്ന് പറഞ്ഞ അപ്പസ്തോലനായ പൗലോസിന്റെ വാക്യം, റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. ഡോണ്ട് ബി കൺഫോംഡ് ടു ദിസ് വേൾഡ്, ഹാവ് എ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ്, ഹാവ് എ ചേഞ്ച് ഓഫ് യുവർ മൈൻഡ്. നമ്മുടെ മനസ്സിന് ഈ മല്ലപ്പള്ളി കൺവെൻഷൻ കൊണ്ട്, ഈ ദൈവവചന പ്രഘോഷണത്തിലൂടെ ഒരു ചെറിയ വ്യതിയാനമെങ്കിലും ഉണ്ടാവണം, ഒരു മാറ്റമെങ്കിലും ഉണ്ടാവണം. പത്രോസിന് മാറ്റം വന്നയാളാണ്, പൗലൂസിന് മാറ്റം വന്നയാളാണ്. വ്യത്യസ്തങ്ങളായ രീതിയിൽ ജീവിച്ചവർ യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് മാറ്റങ്ങളിലൂടെ യാത്ര ചെയ്തവരാണ്. നമ്മുടെ ജീവിതത്തിലും ഈ രൂപാന്തരം കടന്നു വരുവാൻ തക്കവണ്ണം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷന് എല്ലാവിധമായ മംഗളങ്ങളും ആശംസിക്കുന്നു. ബലഹീനായ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച സംഘാടകരോട് എല്ലാ വിധത്തിലുമുള്ള കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട്